ഹോർമൂസിൽ ഇന്ത്യക്കാരടങ്ങുന്ന എണ്ണ ടാങ്കറിന് നേരെ വീണ്ടും ആക്രമണം ഉണ്ടായിരിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തുവരികയാണ്. നമുക്കറിയാം, ഹോർമൂസിൽ ഇന്ത്യക്കാരടങ്ങുന്ന നാവികർക്ക് നേരെ ഇത് ആക്രമണം ആദ്യമായിട്ടല്ല. ഇറാനിയൻ സമുദ്രാതിർത്തിയിൽ ഒരു LPG ടാങ്കറിന് നേരെ മിസൈൽ ആക്രമണം നടന്ന ഗുരുതരമായിട്ടുള്ള സംഭവം വെള്ളിയാഴ്ചയാണ് പുറത്തുവന്നത്. എന്നിരുന്നാലും ഈ കപ്പലിലുള്ള 28 ഇന്ത്യൻ നാവികരും പൂർണ്ണമായും സുരക്ഷിതരാണ് എന്നുള്ളതാണ് ആശ്വാസകരമായിട്ടുള്ള കാര്യം. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി സംഭവം സ്ഥിരീകരിച്ചു. ബന്ധപ്പെട്ട അധികാരികളുമായി അവർ നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്നും മുഴുവൻ കാര്യവും സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും അറിയിച്ചു. മൊസാംബിക് പതാക വഹിച്ച LPG ടാങ്കർ ദിശയ്ക്ക് നേരെയാണ് ആക്രമണം നടന്നതെന്ന് ഇന്ത്യൻ എംബസി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പ്രസ്താവന ഇറക്കി. ഫോർവേഡ് സീമെൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ പറയുന്നതനുസരിച്ച് ഹോർമൂസ് കടലിടുക്കിന് സമീപം പേർഷ്യൻ ഗൾഫിലേക്ക് പോകുമ്പോൾ ടാങ്കറിൽ ഒരു തിരിച്ചറിയാത്ത മിസൈൽ വന്ന് പതിക്കുകയായിരുന്നു എന്നുള്ളതാണ്. എന്നിരുന്നാലും ആരാണ് ആക്രമണം നടത്തിയതെന്ന് ഇതുവരെ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമുദ്ര വ്യാപാര പാതകളിലൊന്നായ ഹോർമൂസ് കടലിടുക്കിന്റെ സുരക്ഷയെക്കുറിച്ച് ഈ സംഭവം വീണ്ടും ഗുരുതരമായിട്ടുള്ള ആശങ്കകളാണ് ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം.